രാജ്യത്തെ ജെൻസി യുവതി യുവാക്കളുടെ ട്രെൻഡ് മാറുകയാണ്. കഴിഞ്ഞ 2025 ഒരുപാട് ജെൻസി ട്രെൻഡുകൾ നമ്മൾ കണ്ടു. ലോകമെമ്പാടും ജെൻസി യുവാക്കൾ തെരുവിലിറങ്ങുകയും യുവതികൾ തെരുവിലിറങ്ങുകയും കലാപം നടത്തുന്ന കാഴ്ചയെല്ലാം നമ്മൾ കണ്ടതാണ്. ബംഗ്ലാദേശിൽ കണ്ടു, പിന്നെ നമ്മൾ ഇവിടെ കണ്ടു, നേപ്പാളിൽ കണ്ടു, അങ്ങനെ പല സ്ഥലങ്ങളിലും. ഫിലിപ്പീൻസിൽ ഇത് ഉണ്ടായിട്ടുണ്ട്, യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇത് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളിലും ഇത് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നിലവിൽ വളരെ വ്യത്യസ്തമാണ്. ഇന്ത്യയിലെ പാരമ്പര്യവും സാംസ്കാരികവും എത്രത്തോളം ജെൻസികളിൽ നിന്ന് അകറ്റിയെടുക്കാം എന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം പറയുകയേ വേണ്ട. സംസ്കാരം അല്ലെങ്കിൽ പാരമ്പര്യം എന്നൊക്കെ കേട്ടാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഹാലളവും. അവർ ഈ ഫ്രീ സെക്സിന്റെയൊക്കെ ആളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പാരമ്പര്യവും സംസ്കാരവും ഒക്കെ ഊന്നിപ്പിടിക്കുന്ന കുട്ടികളെ കണ്ടാലോ സ്ത്രീകളെ കണ്ടാലോ പുരുഷന്മാരെ കണ്ടാലോ അവർ പറയുന്നത് കുലസ്ത്രീ കുലപുരുഷൻ എന്നിങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ പുതുവത്സരാഘോഷത്തിൽ ഇന്ത്യയിലെ ജെൻസി പുതിയൊരു ട്രെൻഡ് തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഭജൻ ക്ലബിംഗ് എന്നുള്ളതാണ് ഈ ട്രെൻഡിന്റെ എന്ന് പറയുന്നത്. പുതുവത്സരാഘോഷത്തിൽ കള്ളും കഞ്ചാവും MDMA-യും മെത്തും എല്ലാം അടിച്ച് DJ പാർട്ടികളിൽ പോയി തുള്ളി റോഡിൽ അല്ലെങ്കിൽ ഓടകളിലെല്ലാം തന്നെ വീണ് കിടക്കുന്ന ഒരു പുതുതലമുറയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾക്കത് കിട്ടില്ല എന്നുള്ളതാണ് ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോഴിതാ ഭജൻ ക്ലബിംഗ് ആണ് പുതുവത്സരാഘോഷത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ഭജൻ ക്ലബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമന്റെയും ഭഗവാൻ ശിവന്റെയും ശ്രീകൃഷ്ണന്റെയും മറ്റ് ഹൈന്ദവ ദൈവങ്ങളുടെയും എല്ലാം തന്നെ മന്ത്രങ്ങളും മറ്റ് കാര്യങ്ങളും അല്ലെങ്കിൽ സ്തുതിഗീതങ്ങളും എല്ലാം തന്നെ കൂട്ടായി ആലപിക്കുക എന്നുള്ളതാണ്. ഇതിലൂടെയാണ് പുതുവത്സരം നമ്മൾ തുറക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത്, 2026 വരവേൽക്കുന്നത്. അപ്പൊ ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇത് വലിയൊരു ഷോക്കും പോരാത്തതിന് വലിയൊരു അത്ഭുതവുമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം അറിയാം, യൂറോപ്യൻ രാജ്യങ്ങളിൽ കള്ളും കഞ്ചാവും ഇല്ലാതെ പുതുവത്സരാഘോഷം ഉണ്ടാകില്ല എന്നുള്ള ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഏറെക്കുറെ അത് സത്യവുമാണ്. കള്ളില്ലാതെ ഇവിടെ ഒരു പുതുവത്സരാഘോഷമില്ല. അമേരിക്കൻ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്, പാശ്ചാത്യ ലോകത്തെല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ സ്ഥിതിഗതികൾ വളരെയധികം വ്യത്യസ്തമാണ്. ഇവിടെയുള്ള ജെൻസി തലമുറ ഇപ്പോൾ ദൈവത്തിലേക്ക് പെട്ടെന്ന് തിരിഞ്ഞ് ജെൻസിയെ കുറിച്ച് ധാരാളം ദൈവത്തിനെ കുറിച്ച് പഠിക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നു. അവരുടെ ആന്തരിക സത്യത്തെ അവർ ചോദ്യം ചെയ്യുന്നത് മുതൽ മാനസിക ആരോഗ്യത്തെ അപമാനിക്കുന്നത് വരെ ഈ തലമുറ എല്ലാത്തിനും വേണ്ടി വാദിക്കുന്നു. ചലാന്റ് അല്ലാതെ പ്രവണതകൾക്ക് പിന്നിൽ ആത്മീയതയായാലും ആധ്യാത്മികതയായാലും നയിക്കപ്പെടുന്ന സ്വന്തം സമൂഹം കെട്ടിപ്പടുക്കാൻ ജിജ്ഞാസയുള്ള ഒരു യുവ മനസ്സുകൾ ഇപ്പോൾ ഇവിടെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ വൈബാണ് ഇപ്പോൾ രാജ്യത്തെങ്ങും അലയടിക്കുന്നത്. ഓൾറെഡി കേരളത്തിൽ ഒരുപാട് ഭജന സംഘങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട സംഭവമാണ്. ന്യൂസ് ഡെസ്ക്.